Q Developers, ഉപ്പും മുളകും. ഇരുന്നിട്ട് ഇരിപ്പ് ഉറങ്ങില്ലല്ലേ ഇത് പറയരുത്. ടെൻഷൻ ഞാനെ പേടിക്കേ പിള്ളേരെ എന്താ ഇവിടെ പോയി കിടന്ന് നിങ്ങൾ റൂമിലുണ്ടായിരുന്നാ ആ പോവന്നെ പോവാൻ പറഞ്ഞ പോവോ എന്താ കാര്യം പറ കേശു എവിടെ അവൻ ടോയ്ലറ്റിലുണ്ട് അപ്പൊ നിന്നൊക്കെ ഇറങ്ങിട്ട് പറ്റ എന്ത് ചെയ്യുമെന്ന് പറ നീലോ എന്തേ എന്തെന്ന് ബാലു ജോലി ചെയ്യാൻ സമ്മതിക്കൂല ബാലുവിന് നിനക്ക് അടക്കളയിൽ ഇറങ്ങാൻ സമയമില്ലേടി ബാലു ഇവിടുത്തെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ നിനക്ക് വരാൻ പറ്റുമോ അങ്ങോട്ട് പിന്നെ അടക്കളയിൽ ഒന്ന് സഹായിക്കാൻ പറ്റിയ സമയം ഇവിടെ കൈയും കാലും ഓർഡറിലായിരിക്കും സാരില്ല കുറച്ചുകൂടെ കഴിയട്ടെ ഒട്ടും അടണ്ടാക്കി തരാം ഞാൻ ഒരു കാര്യം പറയാം എന്നെ പറ്റി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞു കൊടുത്താ ദൈവത്തിനാണ് ഞാൻ ഓണം വിചാരിക്കില്ല ഞാൻ നാടുവിട്ടളയും അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാമെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കൂല ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നോക്കാം ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കരുത് നമ്മളുള്ള പ്രശ്നം നമ്മൾ തമ്മിൽ പറഞ്ഞു തീർത്താ പോലെ വെറുതെ അവരെ അറിയുന്നതിന് അണക്കടല്ലേ അത് കറക്റ്റാ പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഞങ്ങൾ എന്തെങ്കിലും കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്താ അച്ഛ സത്യമായിട്ട് വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിട്ട് നെയ്യാറ്റിക്കരെ പോവാന്ന് പറഞ്ഞപ്പോ നീ എന്താണ് പറഞ്ഞു നിനക്ക് ഓഫീസിൽ ജോലിയുണ്ട് ഇതൊക്കെ പറഞ്ഞില്ലേ അതുകൊണ്ടല്ലേ അവർ ഇങ്ങോട്ട് പറഞ്ഞേ ഞാൻ ഒരു കാര്യം പറയട്ടെ എല്ലാരും കൂടെ ഒത്തു നിൽക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകും അതേസമയം ആരെങ്കിലും നല്ല പിള്ള ചമയം നിന്നാ കയ്യിൽ പോവുകയും ചെയ്യും അത് കറക്റ്റാണ് അവരോരോ കാര്യം നോക്കി പോകും അത്രേ ഉള്ളൂ വേറെ ആരും പരസ്പരം ആരും കുറ്റങ്ങൾ പറയാൻ നിൽക്കണ്ട ഇങ്ങോട്ട് നോക്ക് ചേച്ചിക്കാണ് ആൾക്കാരെ കാണുമ്പോ കുറച്ചടക്കം കൂടുതൽ അതുകൊണ്ട് ചേച്ചി മിണ്ടായിരിക്കും അച്ഛൻ ഇവളുടെ അടുത്ത് ആദ്യം മിണ്ടായിരിക്കാൻ പറ ചേച്ചി മിണ്ടായിരുന്നാ മതി നീ കയറി ഭൂകമ്പം വരാൻ പോണം അതിന്റെ ഇടയ്ക്കിടന്ന് അങ്ങോട്ട് തമ്മിൽ തല്ലേ പോ പാടുകൾ നോക്ക് ഞാൻ പോട്ടെ എനിക്ക് അടുക്കളയിൽ ഒരു പറഞ്ഞ ഓർമ്മ വേണം ആരെ പറ്റി ആരും ഒരു കുറ്റം പറയണം അതിനെ ഞാൻ പറഞ്ഞു നല്ല കാര്യമുണ്ട് ഇങ്ങോട്ട് വരെ ആളില്ലേ ഇവിടെ ആരുമില്ലേ ഏയ് ആര് എന്നെ മനസ്സിലായില്ലേ മനസ്സിലായില്ല തീരെ മനസ്സിലായില്ല മനസ്സിലാക്കാൻ നിങ്ങൾ ആരും വല്ല ഫേമസ് ആയ ആളാണ് ഞാൻ അത്യാവശ്യം ഈ നാട്ടിൽ ഫേമസ് തന്നെയാണ് അതവിടെ നിൽക്കട്ടെ എന്നെ മനസ്സിലായില്ല അപ്പൊ ഇത് മനസ്സിലായില്ല ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ തിരുവോണത്തിന് ഒരു പേനാസോണിയുടെ ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്നെന്ന് ഓർമ്മയുണ്ട നന്നാക്കാൻ പാനാസോണിക് ആ ഓ പാനസോണിക് അതെ അതെ തന്നത് ഓർക്കണ്ട നന്നാക്കാൻ എപ്പോ എപ്പോഴെന്നാ കഴിഞ്ഞ തിരുവോണത്തിന് ഒരു ഉത്രാടത്തിന് കഴിഞ്ഞ തിരുവോണത്തിന് ഊണഴിച്ചോണ്ടിരുന്ന അതൊന്ന് മേടിക്കാൻ വന്നതാ അത് ഇപ്പൊ ഇവിടെ ഒരുപാട് വലിയ ഗോഡൌൺ ആണ് അപ്പൊ ഒരുപാട് സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട് അതിന്റെ കൂട്ടത്തിൽ എവിടെ കാണും ഞാൻ കിട്ടുമെങ്കിൽ എടുത്ത് നന്നാക്കി അടുത്ത ആഴ്ച തരാം കിട്ടുമെങ്കിൽ എടുത്ത് തരാന്നാ എന്റെ സാധനം തന്നല്ലേ എന്റെ സ്വഭാവം മാറും അതെനിക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന സാധനം അറിയാവാ ഞാനൊരു കാര്യം പറയട്ടെ അതിന്റെ സാധനങ്ങളൊക്കെ അവിടെ അവിടെ ചെതറി കിടക്കുകയാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇട്ട് ഞാൻ ശരിയാക്കൂല ഞാൻ ഒറിജിനൽ സാധനം ഇട്ട് ശരിയാക്കുള്ളൂ ഇയാളെ പല പ്രാവശ്യം ഞാൻ വിളിച്ചാൽ എവിടെ പോയത് ഒറിജിനൽ സാധനം തന്നെ വേണമെന്ന് ഞാൻ എന്താ പറഞ്ഞത് എന്നോട് എനിക്കെന്നെ സാധനം കിട്ടില്ല ഞാൻ ഇവിടെ സത്യാഗ്രഹം ഇരിക്കും കഴിഞ്ഞ ഓണത്തിന് സാധനം കൊണ്ടത് ഈ ഓണത്തിന് ഇയാളെ സാധനം വാങ്ങിയാൽ ഇത്രയും നാളെ ഇയാളെ ചന്ദ്രനിൽ പോയിരുന്നു അതെ നിങ്ങൾ വിചാരിക്കും പോലെയൊന്നുമല്ല എൻ്റെ അമ്മാവൻ അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം എനിക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യണം എൻ്റെ പാനാസോണി അതെനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം വേറൊന്നുമല്ല ഉത്രാട പൂനിലാവ് എന്നുള്ള പാട്ട് കേൾക്കാതെ എനിക്ക് ഉത്രാടത്തിനും തിരുവോണത്തിനും ഉണ്ണാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കത് കിട്ടണം ആ ടേപ്പ് കിട്ടാൻ ഞാൻ പോകില്ല അല്ല നിങ്ങൾ ഈ ഉത്രാട പൂനിലാവ് പാട്ട് ശരിയാണ് നല്ല പാട്ട് തന്നെ അത് വേറെ ഏതെങ്കിലും ടേപ്പ് വഴി കേൾപ്പിച്ചാൽ പോരെ പറ്റില്ലെന്ന് എനിക്ക് ആ ടേപ്പ് എൻ്റെ നൊസ്റ്റാൾജിയ എൻ്റെ അമ്മാവൻ കൊണ്ടുവന്നാണ് ഞാൻ പറഞ്ഞില്ലേ പറയണോ നല്ലൊരു ഓണായിട്ട് ഇവിടെ കലവിലോട്ട് ഞാൻ അടുത്ത ആഴ്ച തരാം അല്ലെങ്കിൽ തരാൻ മനസ്സിലായി പോകും മനസ്സിലുണ്ട് എനിക്ക് കേറി എന്റെ അമ്മോ അയ്യോ അച്ഛൻ മക്കളെ അച്ഛാ അഞ്ചു കേറി വാച്ച
ഇതുവരെ വരാൻ അറിയാമെങ്കിൽ അങ്ങോട്ട് കയറി വരാനും എനിക്ക് അറിയാവിടെ. അതെനിക്ക് അറിയാച്ചാ. പിന്നെ എന്തിനു ചോദിച്ചത്? വെറുതെ. മക്കളെ അമ്മ ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കണം അമ്മ. വെറുതെ താമസിച്ചിട്ട് വന്ന്. അഞ്ജേ ചേട്ടാ സുഖം തന്നെ. ഇങ്ങനെയൊക്കെ എന്റെ അച്ഛനാണ്. പോ, സ്ഥാനം പിന്നെ തരാം. പോ. അച്ഛനോ മാമനോ അതൊന്നും എനിക്കറിയണ്ടേ, എനിക്ക് എന്റെ സാധനം കിട്ടണം. ആര്? ആരുടെ? ആരാ നീ? അയ്യടാ, ഇപ്പൊ നിനക്കെന്നെ മനസ്സിലായില്ലല്ലേ? ചേട്ടാ ചേട്ടൻ പോയിട്ട് പിന്നെ വന്നാ മതി. ഞാൻ എന്തിനു വന്നോ അതും കൊണ്ട് ഞാൻ പോകും. ഇവൻ എന്തരടെ കൊണ്ടുവന്ന്? അച്ഛാ ഒരു പഴയ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവന്ന് നന്നാക്കിയിട്ട് നന്നാവൂല. ആര് നന്നാക്കിയാലും നന്നാവൂല. അപ്പൊ ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച തരാൻ പോകുന്ന പറയുമ്പോൾ കേൾക്കില്ല അച്ഛാ. അമ്മ അത് തരും വന്നു അച്ഛാ. ഞാൻ വന്നോളാം, നിനക്കിപ്പോ എന്നെ കാണണമെന്നൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയാതമ്മ. സുരേന്ദ്രൻ അച്ഛനെ വിളിച്ചോ, അതോടെ കയറി പോടേ. എനിക്കിതൊന്നും സമയം കളയാനൊന്നുമില്ല. മര്യാദക്ക് എന്റെ സാധനം താ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിന്റെ സ്വഭാവമൊക്കെ നിന്റെ വീട്ടില്. ഇപ്പൊ പോ. അണ്ണാ നിങ്ങളെ സാധനം നന്നായി തരണോ? ഓണം കഴിഞ്ഞ് തരാന്നല്ലേ പറഞ്ഞത്. അവൻ നന്നായി തരും. നിങ്ങൾ മാറുക. നീ ആരാണത് പറയാൻ? സുരേന്ദ്ര ഇങ്ങോട്ട് നീങ്ങുന്നില്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്തിനു നിന്റെ സാധനം? ടേപ്പ് റെക്കോർഡർ. അത് തരും. ഇപ്പൊ നീ വീട്ടിൽ നടന്നിപ്പോ. പണി നോക്ക്. ദേ ബാലു, മര്യാദക്ക് എന്റെ സാധനം എന്താ. ഇല്ലെങ്കിൽ എന്ത് നീ മൂക്കിൽ വലിച്ചളയും. ആ ചിലപ്പോ കേട്ടിരിക്കും. അനക്കമില്ല. അനക്കില്ലെങ്കിൽ എടുത്ത് വെളിയിലിട്. ചത്ത് പോയാ കത്തിച്ചളാ. അച്ഛാ അനക്കമില്ല അച്ഛാ. അച്ഛാ ഒന്ന് കുത്തിളക്കി ഇവിടെ അച്ഛാ, പ്രശ്നമാവും. ഏച്ചു പോടാ കാളപ്പായില്. ഇനി എല്ലാരും കയറി പോ. അകത്ത് പോ. പോ. അടിക്കണ്ടായിരുന്നു, വെറുതെ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. നീ ഒന്ന് പോടേ. അടി കൊടുക്കേണ്ടവൻ അപ്പൊ തന്നെ അടി കൊടുത്തിരിക്കണം. വെറുതെ സംസാരിച്ച് സമയം കളയുന്ന എന്തിന്? നമ്മളെപ്പോഴും അഡ്വാൻസ് ആയിരിക്കണം. ഇതൊന്നും അത്ര നല്ലതല്ല. പ്രായം ഏറി വഴിവാന്ന് ഓർക്കണം. പ്രായമൊക്കെ അവിടെ കിടക്കും. കൊടുക്കാനുള്ളത് കൊടുത്തിരിക്കണം. അവൻ എവിടെ? ഇവിടെ ശാപ്പാട്ട് രാമൻ. കേശു ബാത്റൂമിലുണ്ട്. കേശു ബാത്റൂമിലാ. എല്ലാവർക്കും കൂടി വരാൻ പറ്റിയതിൽ സന്തോഷമൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവരും ഞാൻ എത്ര കാലമായിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ് എൻ്റെ വീട്ടിലോട്ട്. ആർക്കും അങ്ങോട്ട് വരാനൊന്നും താല്പര്യമൊന്നുമില്ലല്ലോ. അത് മോളെ അഞ്ജു, നിന്റെ വീട്ടുകാരുടെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല എന്ന് നിനക്കറിയാമല്ലോ. വെറുതെ അവിടെ വന്ന് സംസാരിച്ച് എന്തിനു കോലാഹലം ഉണ്ടാക്കണത്? അത് തിരിച്ചാ ഞാൻ വരാത്തത്. അത് അച്ഛൻ പറഞ്ഞ കറക്റ്റാണ്. അച്ഛാ അത് ഇതുവരെ അഞ്ജുവിന്റെ അടുത്ത് നേരിട്ട് പറയാനുള്ള ധൈര്യം സുരേന്ദ്രൻ ഇല്ല. മുട്ടിടിക്കും. നീ എന്തിനാ അവനെ നോക്കി ചെറിയണത്? ഒന്നുമില്ല അച്ഛാ. കേശു, വിശേഷം? വിശേഷം സുഖങ്ങൾ തന്നെ. നിനക്ക് സുഖം തന്നെ? ഒരു ഉമ്മ കൊടുത്ത്. ഒരു കൈ നോക്കിയല്ല. പിന്നെന്തിന് നോക്കാം. നീ മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൂപ്പിന്റെ ആരോഗ്യം ഒട്ടും കുറയണ്ടില്ല. ഞാൻ ആ സീറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൂപ്പ. എടി ഇത് എന്റെ സീറ്റാ. ഈ സീറ്റ് ഞാൻ വേറെ ആർക്കും വിട്ടു കൊടുക്കില്ല. നിനക്ക് അമ്മൂമ്മയോട് ഒന്നും പറയാനില്ലേ? സോറി അമ്മൂമ്മ, ഞാൻ അപ്പൂവിനെ കണ്ടു കഴിഞ്ഞ പിന്നെ എല്ലാം മറന്നു. കേശു കഴിച്ചു മാറാ. എടാ അപ്പൂപ്പ യാത്ര ക്ഷീണിച്ചു വന്നിരിക്കുകയല്ലേ, അതുപോലെ മുണ്ട് ഷർട്ടൊക്കെ ചീത്താവും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ മാറ്റിച്ചോളാം. അല്ലേ അപ്പൂപ്പ? തന്നെ സമയം വെറുതെ പോണ്. എന്തെല്ലാം കാര്യങ്ങൾ നടക്കണമെന്നറിയാം. അടുക്കളയിൽ പോ. അത് തന്നെ എനിക്കും പറയാനുള്ള. സമയം വെറുതെ പോവാ. എന്തെല്ലാം കാര്യങ്ങളാ പറയാനുള്ള. എന്താ ചെറുകൂട്ടണത്? അതൊക്കെ ഉണ്ട് അപ്പൂപ്പ, അതല്ല സമയം പോലെ പറഞ്ഞു തരാം. പിന്നെ അപ്പൂപ്പ വേറൊരു കാര്യം കൂടി ഉണ്ടേ. ഞങ്ങൾ 3-4 ദിവസമായിട്ട് അച്ഛനടുത്തൊരു കാര്യം പറയാം. ഒരു ഊഞ്ഞാല് കിട്ടിത്തരാൻ. ജന്മം പോയ അച്ഛനത് ചെയ്തു തരില്ല. പറയണ കേടാ. പോയിട്ട് വാ. എടാ സുരേന്ദ്ര, നീ ഇവിടെ അവിടെ. അതിന് നിനക്ക് കൂട്ട് വേണം. കണ്ടാ അച്ഛാ, അച്ഛൻ പറഞ്ഞിട്ട് പോലും പോണില്ല. പോയി കാർ വാങ്ങിച്ചോണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞില്ലേ? ഞാൻ പോണം. പെട്ടെന്ന് വേണം. പോയിട്ട് വാടാ. ഞാൻ പോയിട്ട് വരാ. കയറും കൊണ്ട്. അപ്പൂപ്പ, ഞാൻ പറഞ്ഞ സ്ഥലം എന്താണ്ട് ഇതാണേ. കൊള്ളാം. അത് തിരക്കേടില്ല. അച്ഛാ, സംഭവം കൊള്ളാം.
ഇവിടെ ഊഞ്ഞാലായിട്ട് നന്നാ ആടിയും ചെയ്യാം. പക്ഷെ ഇതൊക്കെ നടക്കണമെങ്കിലേ അവൻ കയറും കൊണ്ട് വരണ്ടേ? എന്ത് ചെയ്യാനാ, സ്വന്തമായിട്ട് വീടും പറമ്പും ഉണ്ടായിട്ട് വല്ലവൻ്റെ വീട്ടിൽ വന്ന് ഊഞ്ഞാല് കെട്ടി കളിക്കണം. ഇപ്പോൾ ഉള്ളവന്മാർക്ക് സ്വന്തം വീട്ടിൽ കിടക്കണമെന്നില്ല, വല്ലവൻ്റെ വീട്ടിൽ കിടന്നാലും മതി. അപ്പൂപ്പാ ആ. ഇതുകൊണ്ട് അച്ഛൻ വന്നു. ആ വന്നു. പറ്റോ അച്ഛാ? കണ്ടാ അച്ഛാ, മതില് കയറി ചാടി വരണണ്ട, നേരെ വഴിയാ ഒന്നുകൂടി. എടേ സൂക്ഷിച്ച്, മുണ്ടൊടക്കല്ലേ. അപ്പോ വീടല്ലേ. ആ കെട്ടിക്കോ. മാമനെ പോലെ ഒരാളെ കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം മാമ. ഞാൻ സന്തോഷിക്കാം. പ്രേം നസീറോ? അതിനേക്കാളും കൊള്ളാം. ഊഞ്ഞാല് കെട്ടടാ. കെട്ട്. അയ്യോ എനിക്കറിഞ്ഞൂടാ ഊഞ്ഞാലൊന്നും കെട്ടായി. ഇവിടെയൊക്കെ എവിടുന്ന് വിളിച്ചോണ്ട് വരുന്നു? ഒരു കല്ലിടാ ആദ്യം, എന്നിട്ട് അതിന്റെ മുണ്ടി ഊട്ടി കെട്ട്. കെട്ടിയിട്ട് ഇവിടെ തോണ്ട ഇങ്ങനെ അങ്ങ് എറിഞ്ഞാൽ മതി. അപ്പൊ തിരിച്ചു വരും. എന്നിട്ട് ഊഞ്ഞാലിങ്ങനെ തറയിൽ വെച്ചിട്ട് മറ്റേ നീ ആര്? ഊഞ്ഞാല് കെട്ടുന്ന കോൺട്രാക്ടാ? പിന്നെ കയറി കെട്ടിക്കൂടെ? കെട്ടടേ അങ്ങോട്ട്. ദാ, ആ കമ്പനി ആ കൊമ്പരച്ചാ ഇതിലാണോ? ആ എന്തോ അച്ഛൻ. എല്ലാം പിടിച്ച് കെട്ടണ ഇത്. ഒരു മിനിറ്റ്. സുഗമമായ ആട്ടത്തിന് മുള പിടിച്ച് കെട്ടുന്നത് ഓട്ടോ ചന്ദ്രൻ. അച്ഛാ ഞാൻ നാട് ചോട്ടെ. ആ കയറി കയറി. എന്നാ ഒരു മിനിറ്റ്. ആ നോക്കിയോ, ഞാൻ കേട്ടാ ഞാൻ ആടാന്നാ ആദ്യം. കെട്ടാ അറിയാൻ എനിക്ക് ആടാറിയാ ആദ്യം. മച്ചമ്പി ഒരു ട്രെയിൽ നോക്കട്ടെ, ഇതാകുമ്പോ വെയിറ്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയല്ലേ കുന്നിങ്ങനെ ഇടണം. എന്നാ ആട്ടണോ? നല്ല ഇവിടെ അങ്ങോട്ട്. മതി മതി മതി, ഇറങ്ങും. ഞാൻ ആടട്ടിനി. ആ ഡേ ഡേ ഞാൻ ഇല്ല. ഞാൻ വിടാം. ഞാനൊന്ന് നോക്കട്ടെ. അച്ഛാ രണ്ട് റൗണ്ട് ഞാൻ ടാറ്റി വിട്ടു. അച്ഛാ, ഡേ ഇങ്ങോട്ട് ഇറങ്ങ. ഞാൻ കയറിയല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങടേ. ഞാൻ കയറി. അച്ഛൻ ആ നീ എന്ത് ചെയ്യണ്? ഇങ്ങോട്ട് മാറിയില്ല. ഈ പ്രായത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? മതി 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 അച്ഛാ. മതി 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 മതി. മതിയോ? മതി. ആ ഇങ്ങനെ അങ്ങോട്ട് ആടി. മക്കളെ നീ എന്റെ മക്കള് ഓരോരുത്തർക്ക് ഇനി ഞങ്ങൾ ചേച്ചി കയറാം. ചേച്ചി ആട്ടിക്കോ. ഞാൻ ആട്ടിക്കൊടുക്കാം. മക്കളെ ചേച്ചിയാണ്. മാറി 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 മാറി. ചേച്ചി ആട്ടേച്ചി പിടിച്ചോ. ആ ആ മക്കളെ പിടിച്ചോളെ ബലപ്പിച്ചേ. അതൊക്കെ ഞാൻ പിടിച്ചോളാം അച്ഛാ. ആ, കേശു മോനെ സൂക്ഷിച്ച് പതുക്കെ. അത് ശിവാനി ശിവമോള ചാട്ട പിടിച്ചോ. ഒറ്റ സെക്കൻഡ് ഞാൻ പോയി. ചേച്ചി നാട്ടിൽ കൊടുക്കൂ. അച്ചാട്ടി കൊടുത്തോളൂ. പിടിച്ചു നോക്കളെ. എന്തോന്ന് അച്ഛാ ഒന്ന് വലിച്ചാട്ടെ. വലിച്ച് പോ. അയ്യോ അയ്യോ തിരുമ കേട്ടോ. മക്കളെ എവിടെയും മുറിഞ്ഞ നീ അവള് പറഞ്ഞു. തമ്പിച്ചേട്ടാ എവിടെ? അല്ല ഇത് ആര്? കുട്ടമ്പിള്ളിയോ? വരണം വരണം, ഇരിക്കണം ഇരിക്കണം. ഭവാനിയേ സുഖങ്ങള് തന്നെ? സുഖം തന്നെ. നിന്റെ മുട്ടുവേദനയൊക്കെ എങ്ങനെ, കുറവുണ്ടാ? കുറച്ച് കുറവുണ്ട്. എന്നിട്ട് നീ വീട്ടിൽ ഇറങ്ങി പറഞ്ഞില്ലേടി ഭയങ്കര മുട്ടുവേദനയാന്ന്? ചുമ്മാ മാമി ഓരോന്നും ഓരോ സമയത്ത് ഇങ്ങനെ പറയും, നമ്മളത് മൈൻഡ് ചെയ്യാൻ വേണ്ട. അവിടുന്ന് നീ ഉണ്ടാ നിൽക്കുന്നേ? അവളെ നിങ്ങൾ എല്ലാവരുടെ കണ്ടപ്പോ അന്ത വേണ്ടി നിൽക്കുകയാണ്. ആ പിള്ളേരൊക്കെ എന്ത്? പിള്ളേര് സുരേന്ദ്രന്റെ റൂമിൽ കളിച്ചോണ്ടിരിക്കണ. ആ ഭവാനി ശാരദേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? കാണുമ്പോ ഇങ്ങനെ നീട്ടി വിളിച്ചാ മതി. നീ നെയ്യാറ്റിൻകരയിലേക്കുള്ള വഴിയൊക്കെ മറന്നു. അങ്ങനെ പറയല്ലേ ചേച്ചി, ഞാൻ ചേച്ചിയെ പറ്റി വിചാരിക്കാത്ത ദിവസങ്ങളില്ല. മാമി അമ്മ പറ്റി ഏതൊക്കെ ദിവസം വിചാരിക്കും? ഓ ഈ ചെറുക്കനെ കൂടി തോറ്റു. ഓളെ അഞ്ചു, നിങ്ങളെന്താ കുട്ടികളെ കൂടെ കൊണ്ടുവരാഞ്ഞേ? ഓ അമ്മുമ്മ പിള്ളേരെ കാണാതെ ഇരിക്കൂല, അവരെ വിട്ടില്ല. ഓണായിട്ട് ആരെങ്കിലും വേണ്ടേന്നാണ് അമ്മുമ്മ ചോദിക്കണേ. അച്ഛാ അമ്മൂമ്മയെ കാണാൻ കൊതിയാവണം എനിക്ക്. നിനക്കാ? ഡേ പാചകമൊന്നും അടിക്കണ്ട. ഓണത്തിന് അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ നീ എന്തിനു പറഞ്ഞത്? നോക്കട്ടെ എന്ന്. എന്നിട്ട് നീ വന്ന? അല്ല അത് ഞാൻ വരാൻ റെഡിയായിട്ട് നിന്നേണ്. എന്നിട്ട് ഈ നീര് ഒറ്റ വെച്ചാണ് എന്നെ കൺഫ്യൂഷൻ ആക്കിയത് അല്ലേ? അയ്യോ ഞാനല്ലേ പറഞ്ഞ എല്ലാവരും കൂടെ ഓഫീസിലേക്ക് വർക്കുണ്ടെന്ന്. ഇല്ലില്ല, ഞാൻ പറഞ്ഞച്ചാ മതി മതി മതി, നിർത്ത്. രണ്ടും കൂടെ കിടന്ന് ഉരുണ്ട് കളിയൊന്നും വേണ്ട. അല്ല പിന്നെ അയ്യോ കൊല മാട്ടും മാറാം അമ്മ നോക്കട്ടെ. എന്തോളെ
ഇതൊരു മതിപ്പില്ലല്ലേ മാമ. ഇത് എവിടെ നിന്നത്? ആറ്റിങ്കര നിന്നതാ? അല്ലടാ, ഇതാ വടകെ പറമ്പിൽ നിന്നതാ. അയ്യോ, നേരെ വളമൊന്നും ഇടാത്തോണ്ടാണ് കേട്ടാ. അച്ഛാ, നമ്മളിവിടെ കൊലയൊക്കെ വെട്ടിയെങ്കിൽ അല്ല വെട്ടിയെങ്കിൽ അല്ല, പണ്ട് എന്തുമാത്രം കൊല വെട്ടുമായിരുന്നു അല്ലേ അമ്മ നമ്മളിവിടെ. ഒരു സൈഡിൽ കൂടെ തേങ്ങ ഇങ്ങനെ വെട്ടി കൂട്ടുമായിരുന്നു. ഇത് രസമായിരുന്നു. പഴയ ഓണം എന്ത് രസമായിരുന്നു അല്ലേ അച്ഛാ? ഇപ്പൊ എന്താ ഓണം അല്ലേ? ഇപ്പോഴും ഓണമൊക്കെ അവിടെ തന്നെ ഉണ്ട്, ആളുകൾക്കേ ഉള്ളൂ കുഴപ്പം. അതെ, അടുക്കളയിൽ പോയിട്ടെ അമ്മ നമ്മളെ നീലുവിന് എന്തെങ്കിലും സഹായിക്കും. നമുക്ക് ഞങ്ങളുടെ ജോലിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നീ നിന്റെ ജോലി നോക്ക്. അതിന് ജോലി എവിടെ ഇരിക്കുന്ന? എനിക്കിവിടെ ഇഷ്ടം പോലെ ജോലി കിടക്കണം, ഇഷ്ടം പോലെ. എവിടെ കിടക്കണം? അവിടെ കിടക്കണം. അല്ല, അവിടെയാണ് ഞാൻ ജോലിയുടെ സ്ഥലം, അവിടെ ഉണ്ട്. നീലുവേ, ഇവൻ എന്തൊരു ജോലി? ജോലി ഇവിടെ ജോലിയോട് ജോലി, വർക്കോട് വർക്ക്. മതിയടാ നിന്ന് ഡാൻസ് കളിയൊന്നും വേണ്ട. മോളെ, ഈ കൊലയും ഇതൊക്കെ എടുത്തോണ്ട് അകത്ത് വെക്കച്ചല്ലേ. ഞാൻ കൊണ്ടുവയ്ക്കാം. ഇവിടെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ ഇതൊക്കെ കൊണ്ടുവച്ച എന്ത് കുഴപ്പം എനിക്ക്? കണ്ടോ, ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ അവൻ മുങ്ങി. വാ മോളെ, ദേ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ദേ എനിക്കാണ് വല്ലാതെ വിശക്കുന്നത്. എടുത്തടി മോളെ. ഈ കുട എവിടെയാ വെക്കേണ്ടത്? കൂട്ടമ്പിള്ളേ, നമുക്ക് പുറത്തോട്ടിരിക്കാം. പുറത്തിരിക്കാം. ഇപ്പോഴത്തെ ഈ വേറ്റ് ഒന്നും കൊള്ളത്തില്ല, എല്ലാം ഒരുമാതിരി കുരുട് പിടിച്ചത്. അല്ല, ചേട്ടന്റെ നെയ്യാറ്റിൻകര വെറ്റില കൃഷിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? കുറെയൊക്കെ ഉണ്ട്, ബാക്കിയൊക്കെ വെട്ടി നിരത്തി ഞാൻ മരച്ചീനി നട്ടു. അത് ശരി. മോളെ, ഈ പാക്കൊന്നും വെട്ടി. ചേട്ടൻ ഈ പഴയ പോലെ മുറുക്കൊന്നുമില്ലല്ലേ? തീരെ ഇല്ലാന്ന് പറയാം. പിന്നെ ധരിക്കുമ്പോ ഒന്ന് ചവയ്ക്കും. ശരി, ഞാനും ഇപ്പൊ അത്രയൊക്കെ ഉള്ളു. രണ്ടുപേരും കൂടെ എവിടെ വന്നിരിക്കണ? അങ്ങനെ ഇവിടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് കൂടി. ഇവിടെ ആകുമ്പോ ഇത്തിരി കാറ്റും കിട്ടും. ബാക്ക് വെട്ടിയോ മോളെ? ആര്? നല്ല ആളില്ലേ കൊടുത്തത് ബാക്കോട്ടെ. ഇങ്ങോട്ട് അറിയാം. അയ്യേ അച്ഛാ, ഈ പാക്ക് വശപ്പശകാണ്. ഇത് തിന്നാ ചൊരുക്കും. അതിനൊരു കുഴപ്പമില്ല, നല്ല പാക്കാ. പിന്നെ കണ്ടറിഞ്ഞു. ഇതെന്തോന്ന് പറയണത്? എന്തുവാണ് പിള്ളേരെ വരട്ടുന്നത്? പഠിച്ചാണ് നീ? അയ്യടാ, അവന്റെ ഒരു ചിളി കണ്ടില്ലേ? ചില കളവന്മാർ ഇത് ഇരിക്കുന്ന പോലെ. വയറൊക്കെ അങ്ങ് ചാടിയല്ലോടാ, എന്നെക്കാട്ടിലും ഉണ്ടല്ലോ വയറ്. അച്ഛാ, ഇത് കഴിഞ്ഞ ആഴ്ച കൂടിയാണ്. അതിനു മുമ്പേ ഇതിനും കൂടുതലായിരുന്നു അപ്പൂപ്പ. അച്ഛാ, അതിനെ കൈ കിട്ടണതെല്ലാം വാരി വലിച്ച് തിന്നും. എന്നിട്ട് ഇത്ര നല്ലൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് അവിടെ ഇരുന്ന് ഈ തിരിക്കല്ലേ. അല്ലാതെ ദേഹമാണെങ്കിൽ എന്തെങ്കിലും അവൻ ചെയ്യോ? ഇന്നും അത് തന്നെ, പണ്ടും അത് തന്നെ. അയ്യോ, നിന്റെ ജോലി എന്താണ്? പലോചന കട കയറിയിരിക്കുക, പൈസ വാങ്ങിക്കുക, പെട്ടിയിടുക, പൈസ വാങ്ങിക്കുക, പെട്ടിയിടുക. വേറെ ദേഹനീയൊന്നും ചെയ്യണല്ലേ, ചെയ്യണ കാമ്പിളരല്ലേ. ഇങ്ങോട്ട് നീങ്ങി. എന്തിനാ? ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. ഇനി ഒരു 2 ചുവട് ചെയ്തേ. ഒരു 2 ചുവട് വെച്ച് കാണിക്കാൻ. പക്ഷെ എനിക്ക് നല്ല മെയ്വഴൊക്കെ ഉണ്ട്. കേട്ട കുട്ടമ്പിള്ളേ, അങ്ങ് വടക്കുന്ന് 2 കളരി കുരുക്കന്മാരെ വിളിച്ച് വീട്ടിൽ നിർത്തിയാണ് ഇവന്മാരെയൊക്കെ ഞാൻ കളരി പഠിപ്പിച്ചത്. അങ്ങോട്ട് ചെയ്യടാ. അച്ഛാ, അച്ഛൻ പറഞ്ഞിട്ട് പോലും ചെയ്യാതെ കയറി നിൽക്കുന്നത് കല്ലു പോലെ. ചെയ്യടാ, അങ്ങോട്ട് ചെയ്യാം. മൊത്തം കാണിക്കണം. ആദ്യം കുറച്ച് നീ അത് കൂട്ടി തൊഴുതേ ആദ്യം. മാമ പട്ടി അണക്കുന്ന അണക്കണ കണ്ടില്ലേ? എടാ, വല്ലപ്പോഴൊക്കെ ഒന്ന് മെയ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മതി എഴുതേക്ക്. ഞാൻ ഇത് എപ്പോഴും പറയാറുണ്ട് അച്ഛാ, വല്ലപ്പോഴൊക്കെ ദേഹമാണെങ്കിൽ ഒന്ന് ചെയ്യണം. വയറ് കണ്ടില്ലേ, കൊടവരൊക്കെ ചാടി ഇല്ലാതായിപ്പോയി. ആണോ? നീ വന്ന് ഇങ്ങോട്ട് വന്നു. ഞാനാ? അങ്ങോട്ട് ചെയ്ത്. അത് ഞാൻ അവനെ പഠിച്ചില്ലല്ലോ അച്ഛാ. പഠിച്ചത് വരെ മതി, നീ അങ്ങോട്ട് ചെയ്യേ. അച്ഛന് ധിക്കരിക്കരുത് സുരേന്ദ്ര, അച്ഛന് ധിക്കരിക്കരുത്. ചെയ്യടാ. മതിയടാ, മതി, അത്രയൊക്കെ മതി. അങ്ങോട്ട് വാരി കുത്ത്. മതി. ഇനി കൈപ്പോര് തുടങ്ങിക്കോ.
അത് ശരിയാവില്ല അച്ഛാ, ശരിയാവില്ല. ഇല്ല കുഴപ്പമില്ല എങ്ങടാ അങ്ങോട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല സുരേന്ദ്ര വാ കുഴപ്പമില്ല സുരേന്ദ്ര അച്ഛാ ഇല്ലെന്നേ ഉള്ളേ, കണ്ടോ കള്ളടി അടിക്കല്ലേ ഡേ ഡേ ആ ആ ആ പേടിക്കുന്നു സുരേന്ദ്ര ഒന്നും ചെയ്യില്ല ഞാനൊന്നും ചെയ്യില്ല അടിച്ച് ഇല്ലെന്ന് അച്ഛാ അടിച്ചാ ചാടി അച്ഛാ. ഇല്ല ഞാൻ ഒന്നും ചെയ്യില്ല പാടാ എന്തിന് അടിച്ചെന്നെ കമ്പെടുത്ത് അടി വെച്ചാണ്. അടിക്കണ ആ ഇങ്ങോട്ട് വാ. അയ്യോ അവിടെയല്ല, ഓടണ്. Q Developers ഉപ്പും മുളകും. അമ്മ ഒന്നും ചെയ്യണ്ട, അമ്മ മാറിയിരുന്നോ, ഞങ്ങൾ ചെയ്തോളാം. അമ്മയുടെ സാമ്പാർ അവിയലും അതുപോലൊന്നും ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ല. നിന്റെ സ്പെഷ്യൽ എന്താ അഞ്ചു? എന്നെ പൊക്കി പറഞ്ഞ് എന്നെ കൊണ്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്യിച്ചോണ്ടിരിക്കും. അതാ അവിടെ സ്പെഷ്യലി. അമ്മ എന്തോന്നമ്മ അപ്പൊ ഇവള് വീട്ടിൽ ജോലിയൊന്നും ചെയ്യാറില്ലേ ചേച്ചി? ചെയ്യും, മനസ്സ് വന്ന്. ഓ, മനസ്സ് വന്നാലെങ്കിലും ചെയ്യാൻ ഒരാളുണ്ടല്ലോ. എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുക, ആരും ഇല്ല ഒന്ന് സഹായിക്കാൻ. ഇവിടെ ഒന്നും ആയില്ലേ, ചുമ്മാ എല്ലാവരോടും സംസാരിച്ചോണ്ട് നിൽക്കാണ്. എന്തോന്നമ്മ ഇത് സംസാരിച്ചോണ്ട് എന്നാലും ഞങ്ങൾ ജോലി നടത്തും. നീ നിന്റെ പോക്കിന് പോ. ഞാൻ പോവാ, ആള് കൂടിയാ പാമ്പയാവൂല. അവസാനം പാമ്പായ വരാണ്ടിരുന്നാ മതി. നീ കളിക്കല്ലേ. ഇതെന്താടാ ഇവന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ശങ്കരനും വേറൊരുത്തൻ എന്തോ ബാസി. ആ ശങ്കരനെയും ബാസിയും കാണുമ്പോഴേ എന്റെ മരുമോനെ ഭയങ്കര ആട്ടാ ചേച്ചി. ചേട്ടൻ ഇപ്പോഴും ഭയങ്കര കുടിയാണോ ചേച്ചി? നീലു അയ്യോ, ബാലു കുടിക്കേ ഇല്ല ഇപ്പോ. നീലു, നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. വലിയ കുടിക്കേ ഇല്ല. അല്ല മാമി എന്ത് മാമി വെറുതെ പ്രശ്നം ഉണ്ടാക്കണേ? ഡാ വേണ്ടാതിനും കാണിച്ചാൽ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കോട്ടെ, എല്ലാവരും കൂടെ വന്ന് ഇവിടെ ഓണം ആഘോഷിക്കാൻ നല്ല കലക്കാനാണ്. ഓണം ആഘോഷിക്കാൻ തന്നെ വന്ന് നീ ആയിട്ട് കലക്കാതിരുന്നാ മതി. അതിന് എന്റെ ചേട്ടൻ എന്തിനു വന്നാലും ഏതാവശ്യത്തിന് വന്നാലും സാഹചര്യം അനുസരിച്ച് നിന്നോളും. അവസരവാദിയല്ലേ? അവസരവാദിയോ? ഇടം മിണ്ടാതിരിയടാ. അല്ല നീ എവരെയും കൊണ്ട് പോണില്ലേ? എവിടെ? അല്ല പുറത്തെങ്ങോട്ട് പോണെന്ന് പറഞ്ഞ് എടി ഡ്രസ്സ് എടുക്കാൻ പോണെന്ന് പറഞ്ഞില്ലേ? ചേച്ചി എനിക്ക് സാരി വേണ്ട കേട്ടോ, ചുരിദാർ മതി. എനിക്ക് ഒരു ഷർട്ട് എടുക്കണേ. അപ്പൊ നിന്റെ വകയായിട്ട് ഇത്തവണ ഓണത്തിന് എനിക്കൊന്നും ഇല്ലടാ. ഉണ്ടല്ലോ, കഥാപ്രസംഗം ഉണ്ടമ്മേ. അമ്മ നോക്കിക്കോ, ഇത്തവണത്തെ ഓണം ബാല് കളർഫുൾ ആക്കും. അമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ഓണം ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ പറയണത് ബാലേന്ദ്രൻ തമ്പിയാണ്. അമ്മ മാറിയിരുന്നോ, ഞങ്ങൾ ചെയ്തോളാം. ഇതെന്തിനാ, തോരൻ വെക്കാനോ അതോ മെഴുക്ക് വരട്ടിക്കോ? അവിയലിന്. അവിയലിടാനാണോ? ഷോ, ഞാനത് അരിഞ്ഞത് തെറ്റിപ്പോയില്ലടി വെച്ചേ. അമ്മയ്ക്ക് അല്ലെങ്കിൽ എപ്പോഴാ തെറ്റാത്തെ? പെണ്ണേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ, നല്ലൊരു ദിവസമായിട്ട്. ആ പറഞ്ഞു കേറുന്നതിന് മുമ്പേ തുടങ്ങി. ശാരദേച്ചി അവിടെ എങ്ങാനും പോയി ഇരുന്നോ? ഞങ്ങൾ ചെയ്തോളാം. ഞാൻ കണ്ടോണ്ട് ഇരുന്നോളാം. കത്തിയല്ല എന്തെയാവോ? ഒന്നിതാ, ഒന്ന് എൻ്റെ കയ്യിലുണ്ട്, ഒന്ന് എൻ്റെ കയ്യിലുണ്ട്, ഒന്ന് അവിടെ എങ്ങോട്ടുണ്ടായിരുന്നു. അമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ 2-3 കത്തി കളഞ്ഞിട്ടാ പോയെ. എന്താ ഞാൻ എടുത്തോണ്ട് പോയോ നിന്റെ കത്തി? കൊണ്ടുപോയോന്ന് എനിക്കറിയില്ല, കണ്ടില്ലെന്നാ പറഞ്ഞത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന സാധനം എല്ലാം ഞാനല്ലേ പൊക്കിക്കൊണ്ട് പോകുന്നത്. കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല ചേച്ചി. പെണ്ണല്ലേലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എപ്പോഴും എന്നോടുള്ളതാ ഇങ്ങനെ. സാധാരണ അമ്മായിയമ്മമാരാ വഴക്കുണ്ട്, ഇത് അമ്മയാണ്. നിന്റെ അമ്മായിയമ്മ പാവമായതുകൊണ്ട് എൻ്റെ അടുക്ക ഇതൊന്നും നടക്കത്തില്ല. കണ്ടാമേ, വേറെ എന്തിനാ അമ്മായിയമ്മ? നടി കത്തി, ഞാനിത് നിർത്തി. എൻ്റെ കൈയെല്ലാം മുറിയുക. എന്നാ ഈ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങ് ചരണ്ട് മാറിയിരുന്നു. ബായ ചേച്ചി, നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. അതിനല്ലേ ഇത്ര നേരം ഇവിടെ നിന്ന് പാചകം അടിച്ചത്. എനിക്കാരും ഇല്ലേ സഹായിക്കാൻ വീട്ടിലെന്നും പറഞ്ഞിട്ട്. ബാ. എന്തിനാണ്ട് ഈ മേശപ്പുറത്തെല്ലാം വാരി നിരത്തി ഇട്ടേക്കുന്നത്? അച്ഛാ ഇതാണ് എൻ്റെ ഇലക്ട്രോണിക് സാധനങ്ങൾ. അച്ഛാ ഇരിക്കണം. അല്ല അച്ഛൻ ഇരിക്കേ. നീ എന്നെ എന്തിനാ ഇരുത്തുന്നത്? അല്ല അച്ഛൻ ഇരുന്നാലേ എനിക്ക് ഇരിക്കാൻ പറ്റും. ഓ ഈ കുത്തി ഇരുന്ന് ചെയ്തോണ്ടൊക്കെ വല്ല പ്രയോജനം ഉണ്ടോടെ? മുമ്പുണ്ടായിരുന്നു,
ഇപ്പോഴും ഇല്ലാതില്ല, ഉണ്ട്. ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. ആ കുട്ടമ്പിള്ളേ ഇരിക്കണം. തമ്പിച്ചേട്ടാ, ഞാൻ ഇവനോട് എത്ര കാലം കൊണ്ട് പറയുന്നറിയാവോ അവിടെ ഒന്ന് കൃഷി ചെയ്യാൻ? അവൻ കേൾക്കണ്ടായോ? ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഇവനോട് പറയും ഈ കുന്ത്രാണ്ടം കുത്തിപ്പിടിച്ചോണ്ടിരിക്കാതെ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ. പറഞ്ഞാൽ കേൾക്കില്ല, ഒരു അനുസരണ ഇല്ലാത്ത ചെറുക്കൻ. ഞാൻ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൃഷി ചെയ്തിട്ട് എനിക്കെന്തോന്ന് പ്രയോജനം? നീ എന്തിനാ അവിടെ ഇവിടെ ഓടി നടക്കണത്? നിന്നോട് നെയ്യാറ്റിൻകര വന്ന് കൃഷി ചെയ്യാൻ എത്ര വട്ടം ഞാൻ പറഞ്ഞു? അച്ഛാ, എനിക്ക് കൃഷി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ്. എൻ്റെ ഫസ്റ്റ് ഇലക്ട്രോണിക്സ് ആണ്. ആണല്ലോ. എങ്കിൽ ഒരു കാര്യം ചെയ്യും, കൃഷി ഫസ്റ്റ് ആക്ക്, ഇലക്ട്രോണിക് സെക്കൻഡറി ആക്ക്. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഇവൻ കൃഷി ചെയ്യാനോ? കൊള്ളാം, എങ്കിൽ കുറച്ച് വേർപ്പൊഴുക്കും. മാമി അങ്ങനെയൊന്നും പറയണ്ട. പണ്ട് അച്ഛ ഒരു പണ വെട്ടി കിളച്ചോണ്ട് കയറിയപ്പോ ഞാൻ അപ്പുറത്തെ പണ വെട്ടി ഇങ്ങനെ കൂടെ വന്നില്ല അച്ഛാ? കിളച്ചോണ്ട് പണ്ട് എവിടെ? അമ്മ പറഞ്ഞോടാ, ചെയ്തില്ല അമ്മ? ഞാൻ കൂടെ പണിക്ക് നിൽക്കാത്തതിന് പറമ്പിൽ നിന്ന് അടിച്ചു ഓടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ആര് എന്നെ പറ്റി നല്ല അഭിപ്രായം പറയില്ല. അതിന് നല്ലതെല്ലാം ചെയ്തിട്ട് വേണ്ടേ പറയാൻ? ഏയ്, അവനെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അവൻ എൻ്റെ കൂടെ ഒന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞോളൂ മാമ. പക്ഷേ യവൻ കിളച്ചെടുത്താൻ പിന്നെ വേറെ ജോലിക്കാരെ കൊണ്ട് കിളപ്പിക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് വെച്ച് കൃഷി ചെയ്ത് നല്ല വിളവുകൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തത്. അവിടെ അമ്മക്ക് 5 സെന്റ് സ്ഥലമില്ലല്ലോ. എഴുതി തരാവിടെ, സമയമാവട്ടെ. എൻ്റെ സമയം കഴിഞ്ഞിട്ട് അച്ഛാ. തർക്കുത്തരം പറയുന്നോടാ. തമാശ പറഞ്ഞത്. അമ്മ വാ, മടക്കളെ വാ, നമുക്ക് വല്ലത്താ ഈ വശം. അതെ, നീ ഒന്ന് വിരട്ടി വിട്ടെങ്കിലേ പറ്റൂ. അത് ശരിയാ, പക്ഷെ ഇത് വരട്ടിയാലും നന്നാവത്തില്ല. അവൻ ആരാ കക്ഷി? ഒരു അവസരം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കാണ്. എല്ലാം കൂടെ എൻ്റെ അമ്മക്കിട്ട് കയറാൻ പറയണത് കുന്തം. അമ്മ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് ഞാൻ ജീവിക്കണം. എന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൂടെ നിന്ന് രസിക്കണം അമ്മ. എടാ, ഞാൻ എന്ത് പറഞ്ഞിട്ടാ നീ ഇങ്ങനെ ചാടുന്നേ? അമ്മ ഒന്നും പറഞ്ഞില്ല. ഞാനൊരു കൃഷിക്കാരനൊന്നും അല്ല. ഇവിടെ ഓരോരുത്തരും കൃഷി ചെയ്ത് തളർന്ന്. നിനക്ക് നിന്റെ അച്ഛന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നേരിട്ട് പറഞ്ഞോണം. ഈ അടുക്കള വന്ന് കിടന്നല്ലേ തുള്ളേണ്ടത്. ഞാൻ വല്ലതും പറഞ്ഞ ഇവിടെ പലരെ മുഖം കറങ്ങും. പിന്നെ എന്തിനു വെറുതെ ഉള്ള ഇഷ്ടം കളയണം? അതുകൊണ്ടാണ് ഞാൻ അവിടെ അടങ്ങി മിണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് ഞാനും മിണ്ടാതിരിക്കണേ. നീ പറയണേ, നീ അച്ഛൻ്റെ പറഞ്ഞു പറയട്ടെ. അച്ഛാ, ശരിക്കും എന്താ ഇവിടെ പ്രശ്നം? ഇത് തന്നെ പ്രശ്നം. കളവള സംസാരിച്ചോണ്ടിരിക്കും. ഇത് തന്നെ പ്രശ്നം. എവിടെ ഇവിടെ എല്ലാ പ്രശ്നത്തിനും കാരണം വേറെ ഒന്നും അല്ല ശാരദേച്ചി. ഇവനും പിന്നെ ശങ്കരൻ എന്ന് പറഞ്ഞ ഒരാളും പിന്നെ എന്താ ബാസി അല്ലേ, ബാസി, ഇവന്മാര് 3 പേരും കൂടെ എന്റെ പിറന്നാൾ. അതെ, പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ, പഴയ കാര്യം കളഞ്ഞില്ല, അങ്ങ് വിട്ടരെ. അതെ, പഴയ കാര്യങ്ങൾ പറയണമെങ്കിൽ മിണ്ടാതിരുന്നു, അതാ നല്ലത്. ചേട്ടാ, ആരെയാണ് ഇങ്ങനെ പേടിക്കുന്നത്? എന്ത് വന്നാലും ഏത് വന്നാലും നമ്മൾ ധൈര്യമായിട്ട് നിൽക്കണം. സുരേന്ദ്രൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നെയ്യാറ്റിൻകരയിലെ ഒരു വരി കട അവൻ്റേതായല്ലേ. പിന്നെ അഞ്ജുവിൻ്റെ പേരിലെ സ്വത്തും അവൻ്റെ പേരിൽ എഴുതി കൊടുത്തു. നമുക്കങ്ങനെ അല്ലല്ലേ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് വേണമല്ലോ, ഞാൻ പറയാം. ഓണം കഴിയിട്ട് ഞാൻ നീരും കൂടെ നെയ്യാറ്റിൻകര പടവലത്ത് ഒരു വരക്കാൻ വരും. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ നമ്മള്. ഞാൻ വരൂല. പോടി മണ്ടി. നീ എല്ലാവരും സ്നേഹിച്ചോണ്ട് വേടാ. ഓരോരുത്തരെല്ലാം കാര്യം സാധിക്കാൻ വേണ്ടി മിടുക്കന്മാരെ മിടിക്കലാണ്. എന്റെ ശാരദേച്ചി, ഇവൻ ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് വെച്ച് കുത്തി സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പം പടവലത്ത് വരുമ്പോഴെല്ലാം ഞാൻ പറയും, എടാ നിനക്ക് പറയാനുള്ളത് മാമന്റെ എടുക്ക പറ, എന്താന്ന് വെച്ചാൽ ചോദിക്കാൻ. ഒട്ടോ ചെയ്യത്തുമില്ല. എന്നിട്ട് ഇങ്ങനെ കിടന്നോണ്ട് വാചകം അടിക്കുന്നത്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചുറച്ചിട്ട് വച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ കിടന്ന് ചാടാതെ. അച്ഛൻ കേട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വരും. നിന്റെ കാര്യത്തിലൊരു തീരുമാനവും ആവും. അച്ഛൻ വരട്ടെ, പറയാൻ മോത്തോക്കി പറയും. എന്താണ് ഈ അടുക്കള കിടന്ന് പെണ്ണുങ്ങളുടെ ഇടക്കിടന്ന് വിളയണത്? വാചകം അടിച്ചോണ്ടിരിക്കുന്നത്. അമ്മയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തുന്നു. ആണോടെ? ചുമ്മാ. അയ്യോ, ജോലി ഒരുപാട് കിടക്കുന്ന വെച്ചാൽ പെൻഡിങ്ങിനെ ഒരുപാട് വർക്കുണ്ട്. ആൾക്കാരിപ്പം വരെ ഞാൻ പോയിട്ട്. മതി ചിരിയും കളിയൊക്കെ. അതുകൊണ്ട് ജോലികൾ നോക്ക്. എന്താച്ചാ വാടാ. ഈ ഒന്നും അറിയാത്ത ഭാവം കാണിക്കല്ലേ. അപ്പൂപ്പനെ കാണുമ്പോഴേ ഈ അച്ഛനെ മറക്കണ സ്വഭാവം ഉണ്ടല്ലോ, നിർത്തിക്കോ നീ. ഞാനിപ്പോ എന്ത് ചെയ്യുന്ന അച്ഛൻ പറയണ? നീ എന്ത് ചെയ്യുന്ന? എടാ, നീ അപ്പൂപ്പന്റെ അടുത്ത് കയറിയതുകൊണ്ട് അച്ഛൻ എന്തിനാ വരട്ടണേ? അല്ല, ആ പേര് പറഞ്ഞ അച്ഛനെ ഇപ്പൊ എന്നെ വരട്ടണേ.
അച്ഛനെ പറ്റി വല്ലതും പറഞ്ഞു കൊടുത്താ അപ്പൊ ഇന്ന നാളെ അങ്ങ് പോവും. പിന്നെ നിന്റെ കാര്യം പോക്കാ, ഞാൻ പറഞ്ഞേക്കാം. അച്ഛാ ഇവിടെ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. അപ്പൂപ്പിനെ ഒന്ന് ഞാനൊന്ന് വിളിച്ചാൽ മതി, അപ്പൂപ്പിനെ ഇങ്ങ് പറഞ്ഞു നിർത്തും. എന്ത് പറ്റി അച്ഛാ? ഒരേ മനസ്സ് രണ്ട് ശരീരമായിരുന്ന അച്ഛനും കേശുവിനും ഇപ്പൊ വഴക്കൂടാ. കൂടെ ഒന്ന് ചതിക്കണ മകളെ. ഞാൻ ചതിച്ചൊന്നുമില്ല അച്ഛാ. അച്ഛൻ വെറുതെ ഓണം കുളമൊക്കെ ഇരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞതേ ഉള്ളൂ. നീയാ? എനിക്ക് അറിയാടാ. കുറച്ച് സാധനം കൂടി മേടിക്കാനുണ്ട്. എന്താ കുറച്ച് സാധനം കൂടി മേടിക്കേണ്ടത്? എന്നെ കൊണ്ട് പറ്റൂല. നിന്റെ മാമനും നിന്റെ അച്ഛനൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവരെ കൊടുത്തു വിടാ. പോവാൻ പറ്റില്ലേ നിങ്ങക്ക്? പോകാൻ പറ്റുന്ന പറഞ്ഞാൽ പോകൂല. ഇവിടെ ഓരോരുത്തരെ കാണുമ്പോ ഇളക്കങ്ങ് കൂടുതൽ. അത് നമുക്കെതിരെ. ഇടയിൽ തരാടാ. പോവാൻ പറ്റുമോ ഇല്ലേ? പറ്റൂലടി. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താ മക്കളെ? എന്താ മക്കളെ? ഒന്നുമില്ല അപ്പൂപ്പ, നമുക്ക് കടവിലൊന്ന് പോയിട്ട് വന്നാലാ? കേശൂടാ. ആ പോയിട്ട് വരാം. അതിനെന്താ? എന്ത് പറ്റി? ഓ അച്ഛനോട് എന്തൊക്കെ വാങ്ങിക്കണം? അതിനകത്തുള്ളത് മേടിച്ചാൽ മതി. അച്ഛാ ഞാൻ പോയിട്ട് വരാം. അച്ഛാ കടയില് അച്ഛനും വല്ലതും വാങ്ങണോ? എനിക്കൊന്നും വേണ്ട, നീ പെട്ടെന്ന് വന്നാ മതി. അപ്പൊ പോയിട്ട് വരാം. എന്താ പല്ലി വരെ ഉണ്ടോ? പല്ലി ഇല്ല, പല്ല് ധരിക്കണം. പല്ല് ധരിക്കണ പല്ല് എടുത്ത് ഇളക്കി തരാം. വേണ്ട. കുടിച്ച മോര് കുടിക്കും. ഓയ് എനിക്ക് വേണ്ട ചേട്ടാ, എനിക്ക് മോര് കുടിക്കുന്ന ശീലമൊന്നുമില്ല. എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് ഒരു പാത്രം മോര് കുടിക്കണം. അത് പണ്ടേ ഉള്ള ശീലമാണ്. ഡേ ചെറിയ ഉള്ളി കാന്താരിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ആ കേശു, മോര് കുടിക്കുമോനെ? കുടിച്ചോളാം. ഓ അതെ ചേട്ടാ, ചേട്ടന് ഈ കരിക്കും കരിപ്പട്ടിയൊക്കെ കൂടെ വേവിച്ച് കഴിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നല്ലോ പണ്ട്. പറമ്പ് നിൽക്കുമ്പോ പണ്ട് കഴിക്കുമായിരുന്നു. ഇപ്പം വയ്യ, ദഹനമില്ല. പഴയതുപോലെ ഒന്നും കഴിക്കാറില്ല ഇപ്പം. ഓ കഴിച്ചാലെന്ത് കഴിച്ചില്ലേലെന്ത്, പ്രായം കുറെ ആയില്ലേ. അതൊന്നും പറ്റൂല അപ്പൂപ്പാ, ഫുഡ് കഴിച്ചേ പറ്റൂ, ആരും ശ്രദ്ധിച്ചേ പറ്റൂ. അധികം വിഷം കഴിക്കാത്തോണ്ട് കുറെ കാലം കൂടെ ഇങ്ങനെ അങ്ങ് പോകും. പറമ്പിലോട്ട് ഇറങ്ങി ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കൂല. ആദ്യം അവിടെ ചെന്ന് ഒന്ന് നോക്കി നിൽക്കും, പിന്നെ തൊട്ടും പിടിച്ചും നിൽക്കും, പിന്നെ പണിക്കാർക്കൊപ്പം പണിയും തുടങ്ങും. അതുകൊണ്ട് ഇത്രയൊക്കെ കാലമൊക്കെ ജീവിച്ചിരുന്നു ഇതുപോലെ. നീലുവിന്റെ അച്ഛന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. പ്രായം മറന്നുള്ള കളിയാ കളിക്കുന്നത്. പണിക്കാരന്മാരെ വിളിച്ചിട്ട് പൈസ കൊടുക്കണത് വെറുതെ. അപ്പൊ പറമ്പിൽ പണിക്കാരെ നിർത്തിട്ട് അടുക്കള കയറി ഇരുന്നാലുണ്ടല്ലോ, അവസാനം നമുക്ക് പണി കിട്ടും. മനസ്സിലായോ? അതെ, എനിക്ക് 3 മക്കളുണ്ട്. 3നും കൃഷിയിൽ ഒരു താല്പര്യവും ഇല്ല. അച്ഛാ, എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ടല്ല, എനിക്ക് നല്ല താല്പര്യമാണ്. പക്ഷെ കടയിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടണ്ടേ? നീ കൃഷി ചെയ്യാതിരിക്കുന്നതാ നല്ലത്. ഇവിടെ ഒരാള് കൃഷിയെക്കുറിച്ച് ഭയങ്കര വർത്താനൊക്കെയാ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബാലചേട്ടൻ മനസ്സ് വെച്ച് എന്ത് നടത്തും. അവനെ എല്ലാം അറിയാന്നുള്ളൊരു അഹങ്കാരമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവ ഈ രക്ഷപ്പെടാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോണ്ടല്ലോ, കുറിക്ക് കൊള്ളുന്ന വർത്താനം പറഞ്ഞ് അവൻ നമ്മുടെ വായ അടപ്പിച്ച് കളയും. നിങ്ങളൊക്കെ ഇനി എന്ത് പറഞ്ഞാലും ശരി തന്നെ. അവൻ എൻ്റെ മോനായതുകൊണ്ടും ഞാൻ പറയല്ല. അവന് ബന്ധുക്കളോടുള്ള പോലെ സ്നേഹം ഇവിടെ മറ്റാർക്കും ഇല്ല. കേറി വാടേ, വിളിച്ചാ കേട്ടില്ലേ? കേറി വാടേ. എത്ര നേരമായി അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്? കുറെ നേരമായി. അപ്പൊ എല്ലാം കേട്ടു. എല്ലാം കേട്ടു. എല്ലാം കേട്ടു. ഒരു കുഴപ്പമില്ല. എന്താണ് ലക്ഷ്മി എല്ലാം തളർന്ന പോലെ ഇരിക്കണേ? അപ്പൂപ്പനും അമ്മൂമ്മ ഇത്ര അടന്നു പോകും ഞാൻ ജന്മത്തിൽ പോലും വിചാരിച്ചില്ലടി. എടാ, അവിടെ നെയ്യാറ്റിൻകരയിൽ നമ്മുടെ രാജേന്ദ്രൻ വല്യച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ ഇല്ലേ? അപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മ അവിടെ വേണ്ടേ? ഓ, എന്തൊക്കെ പറഞ്ഞാലും അപ്പൂപ്പനുള്ളപ്പോ ഒരു ത്രില്ലുണ്ട്. പിന്നെ ഭയങ്കര ത്രില്ല് തന്നെ. നീക്കെല്ലാം കൂടെ എന്നെ മുൾമനെ നിർത്തിയില്ലടാ. പറയാൻ പാടില്ലത്തേണ്. അച്ഛൻ പോയനെ ഒരു കണക്ക് നല്ലത്. മനസ്സമാനത്തോടെ ജീവിക്കാല്ലേ. അച്ഛൻ എന്താ പറയണത്? ഞങ്ങൾ എത്ര ആഗ്രഹിച്ചെന്നറിയോ അപ്പൂപ്പനും അമ്മൂമ്മയും കുറച്ചു ദിവസം ഇവിടെ നിൽക്കണമെന്ന്. എന്തോന്ന് അച്ഛനും മക്കളും കൂടെ? അപ്പൂപ്പനും അമ്മൂമ്മയും പോയ വിഷമത്തിലാണോ? ഓ അപ്പൂപ്പ, അപ്പൂപ്പനും അമ്മൂമ്മയും പോയ പിന്നെയുള്ള മൂടൊക്കെ ഇങ്ങോട്ട് പോയിന്നേ. വിഷമിക്കൊന്നും വേണ്ട, ബാക്കി എല്ലാവരും ഇല്ല ഇവിടെ. നമുക്ക് ഓണം അങ്ങ് അടിച്ചു പൊടിച്ചു കളയാം. എന്താ അപ്പൂപ്പ,
നമുക്ക് അടുത്ത ഓണത്തിന് അങ്ങ് നെയ്യാറ്റിൻകരയിൽ പോയി നിൽക്കാം. എല്ലാവർക്കും കൂടി അവിടെ അങ്ങ് ആഘോഷിക്കാം. ആ നമുക്ക് പോയിക്കളയാം. എന്താടാ ഞാൻ ഇല്ല, പടവലത്തും ഇല്ല, നെയ്യാറ്റിൻകരയില്ല. എനിക്ക് വയ്യ ഈ ചെന്നാക്കുട്ടങ്ങളെ ഇടയപ്പെട്ട ആട്ടുകുട്ടിയെ പോലെ കിടന്നും മരണപ്രാളപ്പെട്ട് ജീവിക്കാൻ. ആരുടെ ഇടപെട്ട ആരെന്നാ പറഞ്ഞേ? ചെന്നായികൾ ഇടപെട്ട ആട്ടിൻകുട്ടിയാ? അപ്പൊ ചെന്നായി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പെടും, നിങ്ങളുടെ അച്ഛനും പെടും കേട്ടോ. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയല്ലേ. ഞാൻ ചെന്നായെന്ന് പറഞ്ഞതേ നിന്നെ നിന്റെ പിള്ളേരെയാണ്. അയ്യോ എന്നോട് ചേർത്താണ് പറഞ്ഞത്. പിന്നെ അല്ലാതെ നീ ഉണ്ട്. അച്ഛൻ പോയതിൽ പിന്നെ ചേട്ടൻ ജീവൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും നേരം ഇവിടെ അനുഭവിച്ചതിനൊക്കെ പ്രതികാരം ചെയ്യും. ചെയ്യും, പ്രതികാരം ചെയ്യാൻ ഞാൻ രക്തരക്ഷസാ. ഏയ് ചുടല മടനാണ്. നീ ഒരു കാര്യം ചെയ്യും, നല്ലൊരു ഓണമാണ് പറഞ്ഞത്. വെറുതെ കിടന്ന് തലമുണ്ടാക്കുന്ന ഇയാൾ എവിടെയും പോയിരിക്കും. നീ വാടാ ബാലു, ഞാൻ ഒരു സത്യം പറയട്ടെ. 4 ആള് കൂടുന്ന എന്ത് ചടങ്ങാണ്, കല്യാണോ നിശ്ചയോ മരണോ മരണാനന്തര ചടങ്ങോ, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും നിങ്ങളെ കൂട്ടാൻ കൊള്ളൂല. നിങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കി അടങ്ങോളൂ. കൂടെ വരണം നമ്മളെയും കൂടി നാറ്റിച്ചട്ട അടങ്ങോളൂ. ഇവളെന്താന്ന് പറയണത്? ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ചുമ്മാ വയറ്റൊന്നും വിളിച്ച് പറയല്ലേ. അവൾ പറഞ്ഞ സത്യമല്ലേടാ, എനിക്ക് ശരിക്കും അനുഭവമുണ്ട്. നീ അന്ന് പടവലത്ത് വന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? എന്റെ പിറന്നാളിനെ നീയും കൂട്ടുകാരും കൂടെ വന്ന് എന്തൊക്കെയാന്ന് കാട്ടിക്കൂട്ടിയത്? പറയാനാണെങ്കിലേ എനിക്കും പലതും പറയാനുണ്ട്. എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് ചേട്ടൻ മണ്ഡപത്തിൽ വന്നിട്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടിയത്. അത് ചെറുക്കന്റെ കൂട്ടുകാർ ചൊറിയാൻ വന്ന് അപ്പൊ ഞാൻ കൈ കെട്ടി ചൊറിഞ്ഞതല്ലേ ഉള്ളൂ, ചേട്ടൻ കലാപം തന്നെ ഉണ്ടാക്കിയില്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞ് കല്യാണം പോലും മുടക്കി പോയാ. അത് ശരി തന്നെ. ഇതുപോലെ തന്നെ പണ്ട് നിങ്ങളെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിന് വന്നിട്ട് അവിടെ നിന്ന് ആരുടെ ഒന്നും രണ്ടും പറഞ്ഞ് അടി. അവസാനം ഇവന്റെ കൂട്ടുകാരൻ കൂടെ മൂട്ട അടി അവന്മാരെല്ലാം തൂക്കിട്ട് അടിച്ചു. അത് കമ്മിറ്റിക്കാരെ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന കൈ കൊണ്ട് നോക്കിക്കണോ? അണ്ണാ കമ്മിറ്റിക്കാര് പ്രശ്നം ഉണ്ടാക്കി വന്നെന്ന് തന്നെ വെച്ചോ. നീ ആരും ഇതൊക്കെ ചോദ്യം ചെയ്യാ? നീ അവിടുത്തെ കരപ്രമാണിയാ? തന്നെടാ, കരപ്രമാണിയുടെ മോനാണോ ഞാൻ? കരപ്രമാണിയുടെ മോനാണെന്നും പറഞ്ഞ് നടന്നോ. കുറച്ച് കഴിയുമ്പോൾ നാട്ടുകാരെടുത്തിട്ട് അടിച്ചോളൂ. എടി നീ എന്റെ ഭാര്യ അല്ലേടി? കണ്ടാനും എനിക്ക് അടി കിട്ടണം നോക്കിയിരിക്കാണ് അവള്. കണ്ടാ ദേഷ്യം വരണണ്ടാ? എടാ നിന്റെ ദേഷ്യം ഒന്ന് കുറയ്ക്ക്. പ്രായം കൂടി വരികയല്ലേ. 3-4 പിള്ളേരുടെ തന്തയാണെന്നുള്ള വിചാരം പോലും ഇല്ല അവന്. ഞങ്ങളൊക്കെ എന്തോരോന്ന് വെച്ചാ അമ്മൂമ്മ പറയണത്. ഞങ്ങളൊക്കെ വളർന്നൊരു ചിന്ത പോലും അച്ഛനില്ല. പിന്നെ അല്ല ഇനിയിപ്പൊ ഞാനും കൂടെ എന്തെങ്കിലും പറഞ്ഞ അച്ഛന് വിഷമോ? അല്ല എന്നും പറഞ്ഞോണ്ട് പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അച്ഛനൊരു പൊട്ടിക്ക് ഒതുങ്ങുന്ന കേട്ടോ അച്ഛന് നല്ലത്. ഞാൻ ഇവിടെ നിന്നാ വല്ല മറുപടി പറയും. അത് പലർക്കും ഇഷ്ടപ്പെടില്ല. അവസാനം ഓണം കലയ്ക്കുന്ന പേര് വരും. ഇതിന് നല്ലൊരു ഓണായിട്ട് നമ്മളെ ഒതുങ്ങി വെച്ചോളാം. അച്ഛാ പോലെ അയ്യോ എന്തായാലും ഒന്ന് ഒതുങ്ങി പോയിട്ടുണ്ട്. ഓണം കൊളവൂല. ആര്? അണ്ണായി ഒതുങ്ങാൻ ഒതുങ്ങിയതുപോലെ.